സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ അരുന്ധതി നിവൃത്തിയില്ലാതെ എസ് പിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ശാരികയുടെയും ഇസബല്ലയുടെയും എല്ലാവരുടെയും സംശയം പോലെ തന്നെ നാലാമതൊരാളാണ് നന്ദനെ തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് ഇന്നത്തോടുകൂടി തെളിയുന്ന എപ്പിസോഡും കൂടിയാണ്. എന്തായാലും നന്ദനെ തട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്ന് നന്ദൻ ഗുണ്ടകളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവർ മറുപടി ഒന്നും പറയണില്ല. ഞങ്ങളുടെ ബോസ് ഇപ്പോൾ വരും, ബോസ് വന്നിട്ട് നിനക്കുള്ള മറുപടിയൊക്കെ തരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരാന്നുള്ള വിവരമൊന്നും നന്ദനോട് പറയണില്ല. അങ്ങനെ നന്ദൻ ബോസിനെ കാണാനായിട്ട് ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മളുടെ പ്രകാശ് മേനോ വന്നത്. പ്രകാശിനെ കണ്ടതും നന്ദനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. നീ അപ്പോൾ ജയിലിലല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അതേടാ ഞാൻ ജയിലിലായിരുന്നു, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത്. നീ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടു വന്നത്? അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പം നീയും നിൻ്റെ കുടുംബം എന്നോട് ചെയ്ത ദ്രോഹം എന്താണെന്ന് ഞാൻ പറയണോടാ? നീയും നിൻ്റെ കുടുംബവും കൂടി ചേർന്നല്ലേ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുമ്പം നന്ദൻ പറയുന്നുണ്ട് അത് ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ, നീ മീരയെ കൊന്നതുകൊണ്ടല്ലേ. മീര നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ അവളെ കൊന്നത്? അവളാണെങ്കിൽ നിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം അവളുടെ പ്രണയം, അവൾക്ക് എന്നോട് ആത്മാർത്ഥ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ ശരിക്കും നിന്നെയല്ലേ പ്രണയിച്ചത്, നിന്നെ വിവാഹം കഴിക്കാനല്ലേ അവൾ ആഗ്രഹിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല പ്രകാശ്, ഒരിക്കലും അവൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, അവളുടെ മനസ്സിൽ എപ്പോഴും പ്രകാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, നിൻ്റെ ഭാര്യ ഇപ്പോൾ MLA അല്ലേ, അതുകൊണ്ട് അവളെയും കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുക്കാനുണ്ട്, എന്നോട് ചെയ്ത ദ്രോഹത്തിനൊക്കെ അവളും നീയും അനുഭവിക്കാൻ പോകണുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ SP ഓഫീസിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് അവിടെ DOSP കുരുവിളയുണ്ട്. SP അരുന്ധതിയെ കണ്ടതും വരൂ മേഡം ഇരിക്കുന്നും പറഞ്ഞ് അരുന്ധതിക്ക് ഇരിക്കാനായിട്ട് കസേരയൊക്കെ കൊടുത്ത് അരുന്ധതി ഇരുന്ന് കഴിയുമ്പം SP ചോദിക്കുന്നുണ്ട് നിങ്ങളും ചന്ദ്രോത്തുകാരും തമ്മിൽ എന്താ പ്രശ്നമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലയെന്ന്. അന്നേരം SP വീണ്ടും ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ആ പ്രഭാവതി ഇലക്ഷന് നിന്ന സമയത്ത് നിങ്ങളും അവരും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് നിങ്ങളുടെ മകനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അവരാന്നും പറഞ്ഞ് അവരിവിടെ സ്വമേധയാ പോലീസിൽ കീഴടങ്ങിയായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം അത് സാറേ അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം, അതത്ര കാര്യമുള്ളതൊന്നുമല്ല, എന്തായാലും അന്ന് പ്രഭാവതിക്കൊരു അബദ്ധം പറ്റിയതാണ്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും അല്ല. അന്നേരം ഈ SP ചോദിക്കുന്നുണ്ട് പിന്നീട് എന്തിനാ നിങ്ങളുടെ മകൻ പ്രഭാവതിയെ അമ്പലത്തിൽ വെച്ചും വഴിയിൽ വെച്ചൊക്കെ അപമാനിച്ചതെന്ന് ചോദിക്കുമ്പം അത് അന്നത്തെ ആ ദേഷ്യം കൊണ്ടാണ് സാറേ എന്ന് പറയണു. അതിനല്ലേ പ്രഭാവതി ഇവിടെ കീഴടങ്ങിയത്, അപ്പോൾ നിങ്ങൾ പരാതി ഇല്ലാന്ന് എഴുതി തന്നല്ലോ, അപ്പോൾ നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് പരാതി ഇല്ലാന്ന് എഴുതി തന്നതെന്ന് ചോദിക്കുമ്പം അത് ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ടാണ് സാറേ, എന്തായാലും എനിക്ക് ആ കാര്യത്തിൽ പരാതിയൊന്നുമില്ല എന്ന് പറയണു. അന്നേരം SP ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ മകൻ ഋഷി എവിടെയാണ്? അന്നേരം ഈ അരുന്ധതി ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അല്ല നന്ദനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകനാണോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ആ സമയത്താണെങ്കിൽ നമ്മളുടെ DYSP കുരുവിള ആകെ ഭയന്ന് നിൽക്കുകയാണ്. ഈ അരുന്ധതി എന്താ പറയണേന്ന് അറിയില്ലല്ലോ. എന്തായാലും അരുന്ധതി ഞാനെല്ലാം പറയാൻ സാറെന്ന് പറഞ്ഞിങ്ങനെ SP പറയാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ രജനിയാണെങ്കിൽ ചന്ദ്രോത്ത് കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് നന്ദനെ കണ്ടു കിട്ടണമെന്നും പറഞ്ഞ്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, നന്ദുവിനെ ആരാ തട്ടിക്കൊണ്ടുപോയെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങളുടെ സംശയം ഇസബല്ലേനെയും കെവിനെയും അരുന്ധതിനെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മനസ്സിലായി അവരൊന്നും അല്ല ഇതിൻ്റെ പിന്നിൽ നിന്ന്. ഓഹോ നിനക്കിപ്പോൾ അത് മനസ്സിലായോ? അല്ലെങ്കിലും നീ വലിയ MLA ഒക്കെ അല്ലേ, നിനക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. എന്തായാലും നീ SP ഓഫീസിൽ പോയി പരാതി കൊടുത്തിട്ട് അന്വേഷണമൊന്നും ഊർജിതമല്ലല്ലോടി എന്ന് പറയുമ്പോൾ അവരന്വേഷിക്കുന്നുണ്ട് ചേച്ചി, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടുപിടിക്കുന്നു. അന്നേരം രജനി പറയുന്നുണ്ട് നീ എൻ്റെ അനിയൻ്റെ ജീവിതത്തിലേക്ക് എന്ന് വന്നോ അന്ന് മുതൽ എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, നീ എന്തിനാടി എൻ്റെ അനുജൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടി തൂങ്ങി കിടക്കണം, നിനക്ക് ഡൈവോഴ്സ് വാങ്ങി പോയിക്കൂടേടി, അല്ലെങ്കിൽ തന്നെ നീ നന്ദനെ ഡൈവോഴ്സ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുമല്ലായിരുന്നു. അന്നേരം ദേവിക പറയുന്നുണ്ട് അത് ഞാനും നന്ദുവും തമ്മിലുള്ള വിഷയം, അതിനകത്ത് ചേച്ചി ഇടപെടണ്ടെന്ന് പറയുമ്പോൾ അതെന്താടി ഞാൻ ഇടപെട്ടാൽ കുഴപ്പം, ഞാൻ അവൻ്റെ ചേച്ചിയല്ലേ, എനിക്ക് അവൻ്റെ ജീവിതത്തിൽ അവകാശം ഉണ്ടെന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും സ്വന്തം ജീവിതത്തിലുള്ള അവകാശം കഴിഞ്ഞിട്ടേ സഹോദരിക്ക് ആ ജീവിതത്തിൽ അവകാശമുള്ളൂ, ചേച്ചി ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം, ഒന്നുമില്ലെങ്കിലും ഞാനൊരു MLA അല്ലേ, എന്നിട്ടും ചേച്ചി എന്നോട് ഇത്രയും മോശമായി പെരുമാറുന്നു, അപ്പം ഞാനൊരു സാധാരണ പെണ്ണായിരുന്നെങ്കിൽ ചേച്ചി എന്നോട് എങ്ങനെ പെരുമാറിയേനെന്ന് ചോദിക്കുമ്പം നീ MLA എന്ന് വിചാരിച്ച് ഞാനത് വില വെച്ചിട്ടൊന്നും ഇല്ലടി, നിന്നെ ഞാൻ പഴയ ദേവികയായിട്ട് തന്നെയാണ് കാണുന്നുള്ളൂ എന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് രജനി മോളെ നീ എന്തൊക്കെയാണ് ഈ പറയണേ,
എന്തായാലും നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ തൽക്കാലം ഗിരീഷിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കുന്നു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, ഞാൻ ഒരിക്കലും പോകില്ല, നന്ദൻ വരാതെ ഞാനിനി ഇവിടുന്ന് പോണ പ്രശ്നമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവളുണ്ടല്ലോ, ഇവളുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ നിൽക്കണമെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കൂല, നന്ദൻ തിരിച്ചു വരണവരെ ഇവിടെ തന്നെ കാണണം. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ചേച്ചി എന്നോട് ആജ്ഞാപിക്കാൻ, ഞാൻ ചേച്ചിയുടെ ചിലവിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്, എന്തായാലും ചേച്ചിയുടെ സംസാരം ഓവറാവുന്നുണ്ട്, എല്ലാം ഒന്നും അംഗീകരിച്ചു തരാൻ എനിക്ക് തൽക്കാലം നിവൃത്തിയില്ല, എനിക്കിവിടെ പോകണമെന്ന് തോന്നിയാൽ പോയിരിക്കും, അത് തടയാൻ ചേച്ചീനെ കൊണ്ടൊന്നും പറ്റൂല എന്ന്. ആ സമയത്ത് എന്ത് പറഞ്ഞിട്ട് നീ എന്നും പറഞ്ഞുകൊണ്ട് ഈ രജനിയാണെങ്കിൽ ദേവികയെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട്. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് നമ്മളുടെ ഗിരീഷിനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഗിരീഷൻ ഇത് കണ്ടതും രജനി നീ എന്താ ഈ കാണിക്കണേന്ന് ചോദിക്കുമ്പം, അല്ല ഗിരി, ഇവള് പറയണ കേട്ടില്ലേ, ഇവള് ധിക്കാരം പറയാന്ന് പറയുമ്പോൾ, എന്ത് ധിക്കാരാ ദേവിക നിന്നോട് പറഞ്ഞത്, നീ പറഞ്ഞതിന് മറുപടി അല്ലേ പറഞ്ഞോളൂ, അല്ലെങ്കിൽ തന്നെ ദേവികയുടെ ജീവിതത്തിൽ ഇടപെടാൻ നിനക്കെന്താ അവകാശം, പിന്നെ ദേവിക ഇവിടെ നിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല, അത് ദേവിക മാത്രമാണ്. ആ സമയത്ത് രജനിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരിക ഗിരീഷിനെ കാണാനായിട്ട് വന്നേക്കാണ്. എന്നിട്ട് ശാരിക ഗിരീഷിനോട് പറയുന്നുണ്ട്, ഗിരീഷ് ഏട്ടാ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഈ അരുന്ധതിയോ ഇസബല്ലയോ കെവിനൊന്നും അല്ല നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോയേക്കണേ, നാലാമതൊരാളുണ്ട്, അയാളാണ് ഇപ്പം നമ്മളുടെ ശത്രു, അതാരാന്ന് നമ്മൾ കണ്ടെത്തണം. അന്നേരം ഗിരീഷ് പറയുന്നുണ്ട്, അതിന് നന്ദൻ അങ്ങനെ ശത്രുക്കളുള്ളതായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ, അതല്ല ഗിരീഷ് ഏട്ടാ, നമ്മളറിയാത്ത ഏതോ ഒരു ശത്രു ഇതിൻ്റെ പിന്നിലുണ്ട്, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാന്ന് പറയുമ്പം ശാരിക എന്താ ഇത്ര ഉറപ്പിച്ച് പറയണേന്ന് ചോദിച്ചതും ഗിരീഷ് ഏട്ടന് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ പറയുന്നു, എന്തായാലും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായി വന്നില്ലേ, അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ നന്ദേട്ടനെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന്, അങ്ങനെയല്ലേ നമ്മൾ നന്ദേട്ടനെ അവിടെ നിന്ന് മാറ്റിയത്, അതിൻ്റെ പുറകെ തന്നെ ഈ ഋഷിയുടെ ആൾക്കാരും ഇസബല്ലയുടെ ആൾക്കാരും നന്ദേട്ടനെ കടത്തിക്കൊണ്ട് പോകാനായിട്ട് ചന്ദ്രോത്ത് വരികയും ചെയ്തില്ലേ, അതുകൊണ്ട് ഞാൻ പറയാം നമ്മൾ പഴയ ആളുകളുടെ പുറകെ തന്നെ നടന്നിട്ട് ഒരു കാര്യമില്ല, പുതിയ ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്കളിനെ സിദ്ധാർത്ഥനെയാണ്. ഹരിയങ്കളാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സംശയിച്ച ആരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, ഇനി സിദ്ധുവിനോ നന്ദനോ വേറെ ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും ഇല്ലെന്ന് ഹരിയേട്ടനെ അറിയില്ലേ, പിന്നെ നന്ദൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നന്ദൻ ആരോടും വഴക്കിനോ പ്രശ്നത്തിനൊന്നും പോണ ആളല്ല, അതുകൊണ്ട് തന്നെ നന്ദനും അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല, പിന്നെ പ്രഭയുടെ ഏതെങ്കിലും ശത്രുക്കളാണെങ്കിലും ഉള്ളൂ എന്ന്. അന്നേരം ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രഭയ്ക്ക് അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രഭയുടെ മെയിൻ ശത്രു അരുന്ധതിയാണ്, ആ ശത്രുത കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ DYSP ആണെങ്കിൽ ഇസബല്ലയുടെ അടുത്തേക്ക് വരാണ്. ഇസബല്ല DYSP കണ്ടതും, എന്തായി പാപ്പ കാര്യങ്ങൾ, SP വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് പോവുക ബെല്ല, നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കൂല, അന്വേഷണം ഇനിയും ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സസ്പെൻഷൻ തരുമെന്ന SP പറഞ്ഞേക്കണേന്ന്. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, പാപ്പന അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പം, ഇല്ല ബെല്ല, ഒരു തുമ്പും കിട്ടിയില്ല, ആദ്യം തന്നെ ഉത്സാഹിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയേനെ, പക്ഷേ അന്നേരം വിചാരിച്ചത് നിൻ്റെ ആളുകളെ കടത്തിക്കൊണ്ട് വന്നേന്ന് കരുതിയല്ലേ ഞാൻ അന്വേഷണം ഉഴപ്പിയത്, ഇതിപ്പോൾ നിൻ്റെ ആളുകളല്ലാന്ന് അറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നമ്മളുടെ കൈ വിട്ടുപോയി, പിന്നെ അരുന്ധതി മേഡം SP ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, അവർ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം കുരുവിള അവിടെ നടന്ന കാര്യം പറയുന്നുണ്ട്, അരുന്ധതി വന്നതും ഈ ചന്ദ്രോത്തുള്ളവരെ കുറിച്ച് SP ചോദിച്ചതും പിന്നീട് മകനെക്കുറിച്ച് ചോദിച്ച സമയത്ത് അരുന്ധതി വേഗം തന്നെ എനിക്ക് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞതും അത് കേട്ടതോടുകൂടി SP കുരുവിളയോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞതും അരുന്ധതി പിന്നെ എന്താ പറഞ്ഞതെന്ന് കുരുവിളയ്ക്ക് അറിയില്ല എന്നൊക്കെ ഈ ഇസബല്ലയോട് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, അരുന്ധതി മേഡം നമ്മളെ ചതിക്കോ പാപ്പാന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും അറിയില്ല ബെല്ല, അവരെന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല, അവസാനം അവരെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു SP എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം SP പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ്, പിന്നെ ഞാൻ SP കാണാൻ കയറിയില്ല, SP എന്താ പറയണതെന്ന് അറിയില്ലല്ലോ. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുമല്ലോ, നന്ദനിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ പാപ്പാന്ന് ചോദിക്കുമ്പം, എനിക്കറിയില്ല ബെല്ല, നന്ദനിന് ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കുടുങ്ങുമെന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, അതിനെന്തിനാ ഞങ്ങൾ കുടുങ്ങണം, ഞങ്ങൾ നന്ദനെ തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം, എന്തായാലും നിങ്ങൾ നന്ദനെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തല്ലോ, ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ്, ഇനിയിപ്പോൾ അതിൻ്റെ സമ്മർദ്ദം കൊണ്ട് നന്ദന ആത്മഹത്യ ചെയ്തൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇതെല്ലാം ചന്ദ്രോത്തുകാരുടെ പ്ലാനായിരിക്കുമോ പാപ്പാന്ന് ചോദിക്കുമ്പം, ഇല്ല ബെല്ല, അതൊരിക്കലും അവരുടെ പ്ലാനൊന്നുമല്ല, ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്നും പറഞ്ഞ് ദേവിക SP അടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ അവരുടെ പ്ലാനിലാണ് നന്ദനെ കാണാത്തെങ്കിൽ അവരൊരിക്കലും അന്വേഷണം ഊർജിതമാക്കാൻ പറയൂല. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും പാപ്പാന്ന് ചോദിക്കുമ്പം, എത്രയും പെട്ടെന്ന് നന്ദനെ എവിടെയാണെന്ന് കണ്ടെത്തണം, ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ വിനയായി തീരും, ഇനിയിപ്പോൾ അരുന്ധതി മേഡവും നന്ദനെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ള
കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം, ഋഷിനെയും കാണാനില്ല. ഋഷി എവിടെയാണെന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അന്നേരം ഈ കെവിൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷിയും നന്ദനയും ഒരാൾ തന്നെ ആയിരിക്കും സാറെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയും പ്രകാശിനെയാണ്. നന്ദനാണെങ്കിൽ പ്രകാശിനോട് പറയുന്നുണ്ട്, പ്രകാശ് പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം, ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളന്ന് മീരയെ കൊന്നതുകൊണ്ടല്ലേ നിങ്ങൾ ജയിലിൽ പോയത്, എന്തായാലും അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനി അതും പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം, അമ്മയൊക്കെ ആകെ സങ്കടത്തിലായിരിക്കും എന്നെ കാണാതെ, ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം പ്രകാശ് എന്ന് പറയുമ്പോൾ, എനിക്കും ഉണ്ടടാ അമ്മയും കുടുംബമൊക്കെ, എൻ്റെ അമ്മയും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ അമ്മയും കുറച്ച് സങ്കടപ്പെടട്ടെ, എന്തായാലും പ്രൊഫസർ പ്രഭാവതി കാരണം എനിക്ക് ഈ അവസ്ഥ വന്നത്, അതിന് നീയും കാരണക്കാരനാ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്ന്. അങ്ങനെ ഗുണ്ടകളോടായിട്ട് പ്രകാശ് പറയുന്നുണ്ട്, ഇവനെ ശരിക്കും നോക്കിക്കൊള്ളണം, ഇവൻ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ, ഒറ്റയിടത്തിനെ ഞാൻ വെറുതെ വിടില്ല, തൽക്കാലം ഞാൻ പോവാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു തരേന്നും പറഞ്ഞ് ഈ പ്രകാശ് പോകാൻ തുടങ്ങിയതും നന്ദൻ പറയുന്നുണ്ട്, പ്രകാശ് പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചു വിട് പ്രകാശ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ എന്തിനാ, വെറുതെ വിട് പ്രകാശ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് പ്രകാശ് വന്നിട്ട് ഈ നന്ദൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഒരക്ഷരം നീ മിണ്ടി പോകരുത്, ഇനി നീ മിണ്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ കാണും. ആ സമയത്ത് നന്ദനാണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഗുണ്ട ചോദിക്കുന്നുണ്ട്, സാറേ ഇവനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം, തൽക്കാലം ഇവനെ കൊല്ലണ്ട, എന്താ വേണ്ടതെന്ന് ഞാൻ വിളിച്ചു പറയാം, അതിനുശേഷം ഇവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം, പിന്നെ ഇവനെ അഴിച്ചുവിടാനൊന്നും നിൽക്കണ്ട, ഇവൻ എന്തൊക്കെ അഭ്യാസം എടുത്താലും കെട്ടഴിക്കരുത്, ഇവൻ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, എന്നാൽ ശരി ഞാൻ പോവാമെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് പോകുന്നുണ്ട്. അങ്ങനെ പ്രകാശ് പോകുമ്പോൾ നന്ദനാണെങ്കിൽ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു ചെല്ലൂല എന്നുള്ള ആ ഒരു സങ്കടത്തിൽ ദേവികയെക്കുറിച്ചും ദേവിക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡിൽ എന്തായാലും നമ്മളുടെ SP-യും ശാരികയും എല്ലാവരും ചേർന്ന് ഈ നന്ദനെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിക്കും, നന്ദനെ രക്ഷിക്കാൻ വരികയും ചെയ്യുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. നന്ദനെ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രകാശ് മേനോനെ അവർ പിടികൂടുകയും ചെയ്യും. പിന്നീട് വീണ്ടും പ്രകാശ് മേനോനെ ജയിലിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.